അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലും സദസ്സിലുമുള്ള മാന്യരായ സഹോദരി സഹോദരങ്ങളെ, കണ്ണൂരിൻ്റെ മണ്ണിൽ ഐതിഹാസിക മുന്നേറ്റം നടത്തുന്ന വലിയ അത്ഭുതം തീർത്ത സംഘാടകരെ പോലും അമ്പരപ്പിച്ച് കളഞ്ഞ കണക്റ്റ എക്സിബിഷൻ്റെ ഒരു പൊതു സമ്മേളന വേദിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയം, ഒരു 15 മിനിറ്റ് കൊണ്ട് ഖുർആനിൻ്റെ സമകാലികത, എന്തുകൊണ്ട് ഇന്നും നമ്മുടെ മുമ്പിൽ ഖുർആൻ പ്രസക്തമായി നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കാൻ ലളിതമായ ഭാഷയിൽ 10 പോയിൻ്റുകൾ, ഇതാണ് പ്രധാനപ്പെട്ട 10 എന്ന് പറയുന്നില്ല, ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താൻ. ഖുർആൻ ഇന്നും നമ്മുടെ മുമ്പിൽ അത്ഭുതമായി, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായി നിലകൊള്ളുകയാണ്. അതിന് പല കാര്യങ്ങളുണ്ട്, പല ഘടകങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തണം. ഒന്ന്, ഖുർആൻ്റെ ഭാഷ ഒരു അത്ഭുതമാണ്. നമുക്കറിയാം, 1500 വർഷം മുമ്പുള്ളൊരു മലയാളം, അല്ലെങ്കിൽ കുറച്ച് ഏതാനും പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ട് മുമ്പുള്ളൊരു മലയാളം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പരിചയിച്ചൊരു ഭാഷയായിരിക്കില്ല അത്. ഒരുപാട് വാക്കുകൾ നമുക്കറിയാത്തതും ശൈലികൾ നമുക്ക് പരിചയമില്ലാത്തതൊക്കെ കാണും. എന്നാൽ ഖുർആൻ ഉപയോഗിച്ചൊരു അറബി ക്ലാസിക് ഭാഷ ഇന്നും അത്ഭുതമായി നിലകൊള്ളുകയാണ്. ഇംഗ്ലീഷാണെങ്കിലും മറ്റു ഭാഷകളാണെങ്കിലും ഒരുപാട് അടിസ്ഥാന വ്യത്യാസങ്ങൾ വന്നപ്പോഴും ഖുർആൻ്റെ ഭാഷ ഇന്നൊരാൾ ക്ലാസിക് അറബി ഭാഷ ഖുർആൻ്റെ ശൈലിയിൽ പഠിച്ച് സംസാരിക്കുകയാണെങ്കിൽ അറബികൾ അവരെ കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, അറബി ഭാഷയുടെ ഈ ഒരു സംരക്ഷണത്തിന് കാരണം ഖുർആനാണ് എന്ന് പോലും ഭാഷാ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ക്ലാസിക് ഭാഷ, ഏത് ഭാഷയിലാണ് ഖുർആൻ ജനങ്ങളോട് സംവദിച്ചത്, അതിന്നും സംസാര ഭാഷയായിട്ടും സംസാരിച്ചാൽ മനസ്സിലാകുന്ന, എഴുതാൻ പറ്റുന്ന ക്ലാസിക് ഭാഷയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് ഖുർആനിൻ്റെ സമകാലികത, ഇന്നും അതിൻ്റെ റെലവൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. ഏറ്റവും ഉയർന്ന ഭാഷ, അതിൽ തന്നെ ഉയർന്ന ആശയങ്ങൾ, ഉയർന്ന ശൈലിയിൽ. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയിരുന്ന ജനതയോട് റൈമിംഗ് വേർഡ്സോടെ ചോദിക്കുകയാണ്, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടും, മകളെ എന്താണ് നിൻ്റെ തെറ്റെന്ന്. അപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സാഹിത്യ സമ്പൂർണമായ രീതിയിൽ ഇന്നും നിലനിൽക്കുന്നു ആ നിയമങ്ങളും അതേ ഗ്രാമറും അതേ ശൈലിയും. ആ ശൈലിയിൽ അവരോട് ചോദിക്കുകയാണ്, ഈ കുട്ടിയോട് നാളെ ചോദിക്കും ഇവളുടെ തെറ്റെന്താണെന്ന്. അന്നത്തെ ജനങ്ങളുടെ മനസ്സിനെ ഉലച്ചു കളഞ്ഞ, അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ച ആ ഒരു ഉത്ബോധനം, ആ ഒരു ശൈലി നമ്മുടെ മുമ്പിൽ ഇന്നും അത്ഭുതമായി നിൽക്കുകയാണ്. ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആൻ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ, രണ്ടാമത്തെ കാര്യമാണ്, ഖുർആൻ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ സർവ്വകാലത്തേക്കും സർവ്വലോകത്തേക്കുമുള്ളതാണ്. ഒരു പ്രയോഗം പറയാം ഖുർആൻ്റെ, ബിൽ മഅറൂഫ് എന്നൊരു പ്രയോഗം ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. ന്യായമായ നിലയിൽ. എത്ര വലിയ വാക്കാണ്, എത്ര യൂണിവേഴ്സലാണ്, എത്ര എറ്റേണലാണ് ആ വാക്ക്. ബിൽ മഅറൂഫ്, ന്യായമായ നിലയിൽ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെലവും അതുപോലെ തന്നെ മറ്റു പല കണക്കുകളും പറയുമ്പോഴും, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ പറയുമ്പോൾ ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് ബിൽ മഅറൂഫ്, ന്യായമായ നിലയിൽ. അപ്പോൾ അമേരിക്കയിൽ അവിടെ ന്യായമായത്, നോർവേയിൽ അവിടെ ന്യായമായത്, കേരളത്തിൽ, തമിഴ്നാട്ടിൽ, അറേബ്യയിൽ 10-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൽ എന്താണോ ന്യായമായത് അത് അന്നത്തെ ഖാദിമാർക്ക്, ജഡ്ജിമാർക്ക്, മജിസ്ട്രേറ്റുമാർക്ക് തീരുമാനിക്കാൻ പറ്റാവുന്ന രീതിയിൽ നിയമം വിശദീകരിക്കുമ്പം സർവ്വലോകത്തേക്കും സർവ്വകാലത്തേക്കും ഉപയോഗപ്പെടുന്നൊരു വാക്ക് ഖുർആൻ ഉപയോഗിച്ചു, ന്യായമായ നിലയിൽ. റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. അവർക്ക് നിങ്ങൾ വിഭവങ്ങൾ നൽകണം, വസ്ത്രങ്ങൾ നൽകണം, ന്യായമായ നിലയിൽ. അന്ന് കാലികമല്ലാത്ത ഭാഷയിൽ ഇത്ര റൊട്ടി കൊടുക്കണം, ഇത്ര കറി കൊടുക്കണം, ഇത്ര സംഖ്യ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നിനും മതിയാകാത്തതായിരിക്കും. എന്നാൽ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ബിൽ മഅറൂഫ് എന്നാണ്, ന്യായമായ. ഖുർആൻ ആവർത്തിച്ച് ഉപയോഗിച്ച വാക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ സർവ്വലോകത്തേക്കും സർവ്വകാലത്തേക്കും അവലംബമാക്കാൻ, മാനദണ്ഡമാക്കാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ. അതുപോലെ മൂന്നാമതായി ഖുർആൻ്റെ ഗുണപാഠങ്ങൾ. സാധാരണ ചരിത്ര സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പം നമുക്ക് കൗതുകം അതിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലേക്ക് പോകുമ്പോൾ എത്ര വയസ്സായിരുന്നു, എത്ര മാസമായിരുന്നു, അതുപോലെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആ പട്ടിയുടെ പേരെന്താണ്, പിന്നെ ഇങ്ങനെയുള്ള കുറേ വിശദാംശങ്ങളാണ് പലപ്പോഴും ഈ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അറിയാൻ ആഗ്രഹിക്കുന്നത്, അവർ അന്വേഷിക്കുന്നത്. എന്നാൽ ഖുർആൻ വിവരിക്കുന്നത് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ആ സംഭവങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. അതുകൊണ്ട് ഗുണപാഠം കിട്ടേണ്ട ഭാഗം എന്താണോ അതാണ് ഖുർആൻ വിശദീകരിച്ചു തരുന്നത്. എല്ലാ കാലത്തേക്കും ചിന്തിക്കാൻ പര്യാപ്തമായ കാര്യങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പരീക്ഷണാർത്ഥം മകനെ ബലി കൊടുക്കണമെന്ന് പരീക്ഷിക്കാൻ. പുത്രബലി ഇസ്ലാമിലില്ല. ഖദ് ഖസറല്ലദീന ഖതലു ഔലാദഹും സഫഹം ബിഗൈരി ഇൽം.
അറിവില്ലാതെ വിഡ്ഢികളായിക്കൊണ്ട് ആരാണോ പുത്രബലി നടത്തുന്നത് അവർ നഷ്ടവാളികളാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പം പുത്രബലി ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഇബ്രാഹിം നബിയെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം നൽകുമ്പം അവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് അദ്ദേഹത്തിന് 7 വയസ്സായപ്പോൾ അല്ലെങ്കിൽ 11 വയസ്സായപ്പോൾ എന്നല്ല, മറിച്ച് ഫലമ്മ ബലഗ മഅഹു സഅയ, ഉപ്പയോടൊപ്പം ഓടി നടക്കാനുള്ള പ്രായമായപ്പോൾ. അപ്പോൾ ആ ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് വലിയൊരു പാഠം തന്നു. മക്കൾ എങ്ങനെ ഉപ്പമാരോടൊപ്പം നടക്കണമെന്നും ഉപ്പമാരെങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ മക്കളെ കൂട്ടത്തിൽ കൂട്ടി നടക്കണമെന്നും എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു ആ കൽപ്പന നൽകുമ്പം ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് എത്രത്തോളം മാനസികമായ അടുപ്പമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ. ഒരുപക്ഷെ ജനിച്ച ഉടനെയാണെങ്കിൽ ഇത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടാകണമെന്നില്ല. ഫലമ്മ ബലഗ മഅഹു സഅയ, ഉപ്പയോടൊപ്പം ഒന്ന് ഓടി നടക്കാനുള്ള പ്രായമായപ്പോൾ എന്ന് പറഞ്ഞാൽ പോറ്റി വലുതാക്കി വലിയ സ്നേഹം, ഏറ്റവും അധികം അടുപ്പവും കളിതമാശകളൊക്കെ ഉള്ളൊരു പ്രായമെത്തിയപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഈ കൽപ്പന വന്നത് എന്ന സൂചന ഖുർആൻ തരാൻ. അതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അദ്ദേഹം ജോലി ചെയ്തിരുന്ന വീട്ടിലെ സ്ത്രീ യജമാനത്തെ വശീകരിക്കാൻ ശ്രമിച്ചപ്പം ആ സ്ത്രീയുടെ പേരെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ സുന്ദരിയാണോ അല്ലേന്ന് അറിഞ്ഞാൽ കുറേ കൗതുകം കൂടുതലുള്ളവർക്ക് അതൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഖുർആൻ ഉപയോഗിച്ച വാക്ക് വറാവദത്ഹുല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി. ആ പ്രയോഗം എത്ര ശക്തമാണ്. അദ്ദേഹം ഏതൊരു വീട്ടിലാണോ ജോലി ചെയ്തിരുന്നത് ആ സ്ത്രീ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പ്രൈവസിക്ക് ഒരു കുറവില്ലെന്നർത്ഥം. അദ്ദേഹത്തിന് അതിലൂടെ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുമെന്നർത്ഥം. അപ്പം ആ സ്ത്രീയുടെ പേരോ അവിടുത്തെ മറ്റ് കാര്യങ്ങളോ പ്രധാനമല്ല, മറിച്ച് ഗുണപാഠമാണ് പ്രധാനം. വറാവദത്ഹുല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി. അദ്ദേഹം ഏത് വീട്ടിലാണോ ജോലി ചെയ്തിരുന്നത് ആ വീട്ടിലെ യജമാനത്തെ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ. അപ്പം അങ്ങനെ കാലാകാലത്തേക്ക് വരുന്ന മനുഷ്യർക്ക് ഗുണപാഠത്തിന് എന്താണോ വേണ്ടത് ആ സംഭവങ്ങൾ ഖുർആൻ വിവരിക്കുകയാണ്. ഇന്ന് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം നടക്കുമ്പോൾ ആലോചിച്ച് നോക്കണം. സൂറത്തുൽ ബഖറയിൽ വഖതല ദാവൂദു ജാലൂത എന്ന സംഭവം പറയാണ്. എല്ലാം നഷ്ടപ്പെട്ടു. ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വ അബ്നാഇനാ, ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ആട്ടി അകറ്റപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്കൊരു നേതാവിനെ നിയോഗിച്ചു തരണം എന്ന് പറയുകയും ഒരു സംഘം യുദ്ധത്തിന് വേണ്ടി തയ്യാറായിപ്പോയി. ഖുർആൻ്റെ ഗുണപാഠങ്ങൾ നമ്മൾ പഠിക്കണം. ആദ്യം തന്നെ അധികാരവർഗം പറഞ്ഞു, ഇവരെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഈ പോരാളി സംഘത്തെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഈ നേതാവിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഈ പ്രധാനമായിട്ടും നേതാവിനെ പറ്റിയാണ് ആരോപണം. എന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ അത്ര പണവും അധികാരവും മിനൽ മാൽ, ഇദ്ദേഹമാണോ ഞങ്ങളെ നയിക്കേണ്ടത്? ഞങ്ങളല്ലേ, വനഹ്നു അഹഖു ബിൽ മുൽകി മിൻ, ഞങ്ങൾക്കാണ് അധികാരത്തിന് ഏറ്റവും അർഹത. ഇന്നും ഇസ്രായേലിൽ പോരാട്ടം നടത്തുമ്പം ആ പോരാളി സംഘത്തെക്കുറിച്ച് അവരുടെ നേതാക്കളെക്കുറിച്ച് പറയാണ്, ഇവർ അർഹരല്ല. ഇന്ന സ്ഥലത്തുള്ള രാജകുമാരൻ, ഇന്ന സ്ഥലത്തുള്ള രാജാവ്, ആ രാജാക്കന്മാരുടെ അവരുടെ കൗൺസിൽ, അവർക്കാണ് മുസ്ലിം വിഷയങ്ങൾ ഇടപെടാൻ അധികാരമുള്ളത്. ഹമാസിന് അർഹതയില്ല, അതിൻ്റെ നേതാക്കൾക്ക് അർഹതയില്ല. അന്ന് പറഞ്ഞ അതേ വാക്ക് ഇദ്ദേഹം എങ്ങനെ നേതാവാകും? വലം യുഅത സഅതൻ മിനൽ മാൽ വനഹ്നു അഹഖു ബിൽ മുൽകി മിൻഹു വലം യുഅത സഅതൻ മിനൽ മാൽ. അതേ ഖുർആൻ ഈ ഗുണപാഠം നമ്മളെ പഠിപ്പിക്കണം. എന്നിട്ട് അവർ മുന്നോട്ട് നീങ്ങിയപ്പം തഖ്വയില്ലാത്തവർ പിന്തിരിഞ്ഞു കളഞ്ഞു, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ ധൈര്യത്തോടെ മുന്നേറിയെന്നും വളരെ കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാ. കാലാകാലങ്ങളിൽ മർദ്ദിതരെ പോരാട്ടങ്ങൾക്ക് പ്രചോദിപ്പിക്കുന്ന വാക്ക്. എത്ര ചെറിയ ചെറിയ സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ ഈ ആത്മീയ ശക്തി കൊണ്ട്, ഈ നേതൃപാടവം കൊണ്ട്, ഈ ദുആ കൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാലാകാലത്തേക്ക് മർദ്ദിതർക്ക് പോരാട്ടത്തിനുള്ള ഒരു ഔട്ട്ലൈൻ ഖുർആൻ വരച്ച് നൽകാൻ. 3 വേദക്കാർക്കും ഈ സംഭവങ്ങൾ അറിയാം. ബൈബിളുകാരെ അവരെ വേദത്തിലൂടെ, അതുപോലെ തന്നെ യഹൂദികൾക്കും ഈ സംഭവം അറിയാം. ഖുർആൻ ഈ സംഭവം നമുക്ക് വിവരിച്ചു തരാൻ. അങ്ങനെ സംഭവങ്ങളുടെ കാതലായ കാമ്പാകുന്ന ഗുണപാഠങ്ങൾ വിവരിച്ചു തരിക വഴി കാലാകാലങ്ങളിലേക്ക് ആ സംഭവങ്ങളെ ഖുർആൻ നമുക്ക് വിവരിക്കാൻ. അടുത്ത സംഗതി ഖുർആൻ്റെ അധ്യാപനങ്ങൾ, അടിസ്ഥാനപരമായ അധ്യാപനങ്ങൾ. ഖത്തർ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടു, ഉദ്ഘാടന വേദിയിൽ അവർ തിരഞ്ഞെടുത്ത ആയത്ത് വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു. അള്ളാഹു നിങ്ങളെ വ്യത്യസ്ത വർഗങ്ങളാക്കിയത്, അതുപോലെ തന്നെ വ്യത്യസ്ത സമൂഹങ്ങളാക്കിയത് പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങളിൽ ആരും ജീവിത വിശുദ്ധി കൊണ്ടല്ലാതെ ശ്രേഷ്ഠരാകുന്നില്ല എന്ന ആയത്ത്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഉദാഹരണത്തിന് വിശ്വാസപരമായ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മീയപരമായ കാര്യം ഒരു സ്പോർട്സ് വേദിയിൽ മാച്ചാകുന്നില്ല. എന്നാൽ ഏറ്റവും അധികം സ്പോർട്സ്മാൻ സ്പിരിറ്റും പോസിറ്റിവിറ്റിയൊക്കെ നിലനിൽക്കുന്ന കളിക്കളങ്ങളിൽ പോലും വംശീയത കടന്നു വരാറുണ്ട്. എല്ലാ മേഖലകളിലും കറുത്തവൻ, വെളുത്തവൻ, അല്ലെങ്കിൽ ജാതി, അല്ലെങ്കിൽ മറ്റു ദേശം, ഇതിൻ്റെയൊക്കെ പേരിൽ ഉച്ചനീചത്വം വരാറുണ്ട്. ഖുർആൻ പറയാണ്, നിങ്ങളെല്ലാവരും ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്, നിങ്ങളെ വ്യത്യസ്ത സമൂഹങ്ങളാക്കിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന ഈ വംശീയതയ്ക്കെതിരെ ഖുർആൻ നൽകുന്ന പാഠം എല്ലാ കാലത്തേക്കും. ഇത് കിഴക്കും പടിഞ്ഞാറും, പടിഞ്ഞാറ് വംശീയത ഉണ്ട്, ഇന്ത്യയിൽ വംശീയത ഉണ്ട്,
അറബികൾക്കിടയിൽ വംശീയത ഉണ്ടായിരുന്നു. ഇന്നും പല അറബികൾക്കിടയിൽ ഒരേ ഒരു സർവീസിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ ഉണ്ട്. 1000 റിയാലുമായിട്ട് ഒരു ജർമ്മൻകാരനും ഒരു ബംഗാളിയും പോയാൽ ഒരേ സൗകര്യം ഒരേ പൈസ കൊടുക്കുന്നവർക്കിടയിൽ ഇവർ 2 രീതിയിൽ കാണുന്ന ശീലം അറബികൾക്കിടയിലുണ്ട്. ഖുർആൻ ഈ പറയുന്ന മുഴുവൻ രോഗങ്ങൾക്കും ശമനമായിട്ട് പറഞ്ഞു, ഒരിക്കലും മനുഷ്യരെ നിങ്ങൾ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ദേശീയതയുടെ പേരിൽ ഒരു കാര്യത്തിൻ്റെ പേരിലും അവർക്കിടയിൽ ഉച്ചനീചത്വം പാടില്ല എന്ന പാഠം ഖുർആൻ തരാണ്. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്നു. ഏത് ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ഏത് വേദഗ്രന്ഥമാണ് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഖുർആൻ സ്പർശിക്കുന്നത് പോലെ വിശ്വാസ കാര്യങ്ങൾ, ആത്മീയമായ ഉന്നതമായ കാര്യങ്ങൾ, ആരാധനാ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, പല ഗ്രന്ഥങ്ങളിലും വിവാഹമോചനത്തിന് വേണ്ട നിർദ്ദേശങ്ങളില്ല. വിവാഹം കഴിക്കണം, എന്തെങ്കിലും പിരിയേണ്ടി വന്നാൽ മാന്യമായിട്ട് എങ്ങനെ പിരിയണം എന്ന പാഠങ്ങൾ. എന്നാൽ ഖുർആനിൽ ആദാബു തലാഖ് തസ്രീഹും ബി ഇഹ്സാൻ എന്നാണ് ഖുർആൻ പറഞ്ഞ വാക്ക്. പിരിയുമ്പോൾ നിങ്ങൾ മാന്യമായിട്ട് പിരിയണം, അടിച്ച് പിരിയരുത്. കലഹിച്ച് ഇന്ന് അഭ്യസ്ത വിദ്യരായ സംസ്കാര സമ്പന്നരായ ആളുകൾ പോലും കല്യാണം നേരെ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ എങ്ങനെ പിരിയണം എന്നറിയാതെ കലഹിച്ച് പിരിയുന്നവരാണ്. ഖുർആൻ പറയാണ് നിങ്ങൾ ഒരിക്കലും കലഹിച്ച് പിരിയരുത്, മാന്യമായിട്ട് പിരിയണം. അങ്ങനെ തലാഖിൻ്റെ മര്യാദകൾ, നിങ്ങൾ ഇന്ന സമയത്ത് തലാഖ് ചെയ്യരുത്, ഇന്ന നടപടികൾക്ക് ശേഷമായിരിക്കണം, ആദ്യം മധ്യസ്ഥ ശ്രമം നടത്തണം, അതുപോലെ തന്നെ ഒരു തവണ നിങ്ങൾ ഒന്ന് മാറണം, പിന്നെ 3 മാസത്തേക്ക് നിങ്ങൾ പുനരാലോചന നടത്തണം, നിങ്ങൾക്ക് നിരുപാധികം ഒന്നായി മാറാം, ആ 3 മാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു ഉടമ്പടിയിലൂടെ വേണമെങ്കിൽ ഒന്നാകാം. അങ്ങനെ തുടങ്ങി ഘട്ടം ഘട്ടമായി മര്യാദയോടെ പിരിയാനുള്ള ആ സമയത്തും പറഞ്ഞു വലാ തൻസവുൽ ഫദ്ല ബൈനക്കും, പഴയ സ്നേഹം മറന്നു പോകരുത്, നിങ്ങൾ ഒന്നായിരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിവാഹമോചനത്തിൻ്റെ മര്യാദകൾ എന്താണെന്ന് ലോകത്ത് ഒരു ഗ്രന്ഥവും വിവരിക്കാത്ത രീതിയിൽ ഖുർആൻ നമുക്ക് വിവരിച്ചു തരാൻ. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ഹിഫ്ള്, മനനം വലിയൊരു അത്ഭുതമാണ്. 10-12 വയസ്സുള്ള കുട്ടികൾ 600 പേജ് വരുന്ന ഈ ഗ്രന്ഥം മനഃപ്പാഠമാക്കുന്നു എന്ന് പറഞ്ഞാൽ അതും വലിയ താല്പര്യത്തോടെ. ഇന്ന് ഖുർആൻ മനനം ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അള്ളാഹു അതിനെ ഏറ്റവും നല്ല രീതിയിലേക്ക്, നല്ല രൂപത്തിലേക്ക് മാറ്റട്ടെ. എന്താണെങ്കിലും ഖുർആൻ മനനം ചെയ്യാൻ ഇന്നും 1500 വർഷങ്ങൾക്ക് ശേഷവും ഖുർആൻ മനനം ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയുമ്പം അതിൻ്റെ ഒരു അത്ഭുതം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുപോലെ ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഖുർആൻ്റെ നിർദ്ദേശങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റും. മാതാപിതാക്കളെക്കുറിച്ച് സൂറത്ത് ബനി ഇസ്രായേലിൽ പറയുന്ന 5 വാചകങ്ങളുണ്ട്. ആ 5 വാചകങ്ങൾ പാരായണം ചെയ്താൽ ഏതൊരാൾക്കും മാതാപിതാക്കളുടെ കടമകൾ ഒന്നുകൂടെ ഓർമ്മ വരും. വലാ തഖുല്ലഹുമ ഉഫിൻ, ഛേ എന്ന് പോലും പറയരുത്. വലാ തൻഹർഹുമ, അവരെ വിരട്ടരുത്. അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ടി റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഖുർആൻ തരുന്ന നിർദ്ദേശം ജനങ്ങളുടെ മനസ്സിനെ മാറ്റാണ്. അന്ന് അറബികളുടെ കഠിന ഹൃദയരായിരുന്ന അന്നത്തെ ബദുക്കളുടെ മനസ്സിനെ പരിവർത്തിപ്പിച്ച ഖുർആൻ ഇന്ന് ആധുനിക മനുഷ്യരെയും മാറ്റം വരുത്താണ്. ഖുർആൻ സ്വീകരിക്കണം, ആ ഉപദേശം ഉൾക്കൊള്ളണം, ശരിയാണെങ്കിൽ സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ അതിനെ സമീപിക്കുന്ന ഏതൊരാൾക്കും ഹൃദയസ്പർശിയായ ഭാഷയിൽ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനുള്ള നിർദ്ദേശം ഖുർആൻ നൽകുന്നുണ്ട്. അതുപോലെ 8ാമതായിട്ട് ഖുർആൻ്റെ തിലാവത്ത്, പാരായണം, അത് അത്ഭുതമാണ്. കാരണം പാരായണ ശാസ്ത്രമുണ്ട്. എങ്ങനെ നീട്ടണം, എങ്ങനെ മണിക്കണം, എത്ര നീട്ടണം, 6 ഹർഫ് നീട്ടണം അഥവാ 3 അലിഫ്, അല്ലെങ്കിൽ ഇവിടെ 2.5 നീട്ടണം, ഇവിടെ 1 അലിഫ് നീട്ടണം. ഏത് ഗ്രന്ഥത്തിനാണ് ഇങ്ങനെ നീട്ടുന്ന മണിക്കുന്ന നിയമമുള്ളത്? ശാസ്ത്രീയമായ രീതിയിൽ അത് ചെറിയ കുഞ്ഞുങ്ങൾ പോലും പഠിക്കുന്നു. വാവ് പറയുമ്പോൾ ചുണ്ട് വളയണം, ഉകാരം പറയുമ്പോൾ ചുണ്ട് വളയണം, അൽഹംദു എന്ന് പറയണം. ചെറിയ കുഞ്ഞുങ്ങൾ പോലും പഠിക്കുകയും ആകർഷകമായ രീതിയിൽ അതിൻ്റെ പാരായണം നിർവഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പറയും ഏത് ഗ്രന്ഥത്തിനാണ് പാരായണ ശാസ്ത്രം ഉള്ളത്? അത് ഗദ്യമാണെന്ന് ചോദിച്ചാൽ ഗദ്യമല്ല, പദ്യമാണെന്ന് വെച്ചാൽ പദ്യമല്ല. എന്നാൽ ആകർഷകമായ രീതിയിൽ പാരായണം ചെയ്യാനും കേൾക്കാനും സാധിക്കും. നീട്ടുന്നതിന്, മണിക്കുന്നതിന്, ചുണ്ടിൻ്റെ പല്ലിൻ്റെ ചലനങ്ങൾക്ക് നിയമമുണ്ട്. എന്നാൽ അത് സാഹസപ്പെടുന്ന നിയമമല്ല. 10 വയസ്സുള്ള 5 വയസ്സുള്ള കുട്ടികൾ പോലും നിയമാനുസരണം ഖുർആൻ പാരായണം ചെയ്ത് നമുക്ക് കേൾപ്പിച്ചു തരുന്നുണ്ട്. ലോകത്ത് മുഴുവൻ അംഗീകരിക്കുന്ന നിയമങ്ങൾ അതിനുണ്ട്. ഈ തിലാവത്ത്, ഈ പാരായണ ശാസ്ത്രവും പാരായണ സൗന്ദര്യവും ഖുർആൻ്റെ ഒരു അത്ഭുതമാണ്. അതുപോലെ ഖുർആൻ്റെ സംബോധന അറബികളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഖുറൈശികളെ എന്നല്ലല്ലോ, പല രീതിയിൽ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ. ആദമിൻ്റെ മക്കൾ പറഞ്ഞാൽ എല്ലാ കാലത്തും എല്ലാ ലോകത്തുള്ള ആളുകൾ ഒന്നായി മാറി. നമ്മുടെ ഹിന്ദി ഭാഷയിൽ എത്രയോ കടലുകൾക്കിപ്പുറം, കാതങ്ങൾക്കിപ്പുറം ഹിന്ദി ഭാഷയിലും ആദമിയും ഔറത്തുമാണ്. മനസ്സിലായില്ല? ആദമി എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ കുട്ടി, ഏക് ആദ്മി, ഏക് ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മർഅതു ഔറത്തുൻ, സ്ത്രീക്ക് കൊടുത്തൊരു വിശേഷനാണ്. സൗന്ദര്യമുണ്ട്, സൗന്ദര്യം മറക്കണം.
ഈ ഔറത്ത് എന്നുള്ള വാക്ക് നേരെ ഹിന്ദി ഭാഷയിലേക്ക്, അറബിയിൽ നിന്ന് പേർഷ്യയിലേക്ക്, പേർഷ്യൻ ഉറുദുവിലേക്ക്, ഉറുദുവിൽ നിന്ന് ഹിന്ദിയിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ വാക്ക് വന്നു. ഞാൻ പറഞ്ഞതില്ല, യാ ബനി ആദം എന്ന വിളിയെക്കുറിച്ച് പറയാൻ. ആദമിൻ്റെ മക്കളെ എന്ന് പറയുമ്പം മുഴുവൻ മനുഷ്യരെയും ഒരൊറ്റ സഫിൽ നിർത്തിക്കൊണ്ടുള്ള വിളിയാണ്. ആർക്കിടയിലും ഉച്ചനീചത്വമില്ലാതെ, ഒരു കാലത്തിനിടയിൽ വിവേചനമില്ലാതെ എല്ലാ മനുഷ്യരെയും ഖുർആൻ സംബോധന ചെയ്യാണ്. മനുഷ്യരെ, അതുപോലെ തന്നെ ആദം സന്തതികളെ എന്നുള്ള സംബോധനയുടെ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഉപയോഗിക്കുന്ന വാക്കുകളും നൽകുന്ന നിർദ്ദേശങ്ങളും എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. അല്ലാഹു ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വ ഈതാഇദിൽ ഖുർബ. മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നു, ഖുർആൻ സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് സൂറത്തുൻ നഹ്ലിലെ ഈ 90-ാമത്തെ ആയത്തിലൂടെയാണ്. എല്ലാ സൽസ്വഭാവങ്ങളെയും 3 വാക്കിൽ സമ്മേളിപ്പിച്ചു. അള്ളാഹു നിങ്ങളോട് നീതി ചെയ്യാൻ കൽപ്പിക്കുന്നു, അള്ളാഹു നിങ്ങളോട് നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കാരൻ, ഒരു മുതലാളി, എല്ലാവർക്കും ബാധകമാണ്. നീതി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യാം. കൊടുക്കാം എന്ന് പറഞ്ഞ ശമ്പളം 30,000 രൂപയാണ്, അത് കൊടുക്കൽ നീതിയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. സർവ്വലൗകിക ഭാഷയാണ് ഉപയോഗിച്ചത്. എല്ലാ ബന്ധങ്ങൾക്കും ബാധകമാണ്. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മുതലാളി തൊഴിലാളിയോട്, ഭരണാധികാരി പ്രജകളോട്, ഭരണീയരോട്, ഭരണീയർ ഭരണാധികാരിയോട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. നിർബന്ധമായിട്ടും പാലിക്കേണ്ടത് പാലിക്കണം. വൽ ഇഹ്സാൻ, കുറച്ച് അധികം ചെയ്യണം. അഥവാ ഒരു പെരുന്നാൾ വരുന്നു, ആ സമയത്ത് ഒരു 5,000 രൂപ കൂട്ടിക്കൊടുക്കലാണ് ഇഹ്സാൻ. 5,000 രൂപ അധികം കൊടുക്കലാണ് ഇഹ്സാൻ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇനി ബന്ധുക്കൾക്ക് പ്രത്യേകം കൊടുക്കണമെന്ന്. വ ഈതാഇദിൽ ഖുർബ. നിങ്ങൾ പുറത്ത് ചാരിറ്റി ചെയ്തു, നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട്, നിങ്ങളുടെ തൊട്ടടുത്ത ബന്ധുക്കളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം പരിഗണിക്കണം. ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇദിൽ ഖുർബ എന്ന 3 വാക്കുകളിലൂടെ സൽസ്വഭാവത്തിൻ്റെ എല്ലാ പാഠങ്ങളെയും ഖുർആൻ വിവരിക്കുകയാണ്. അതേപോലെ 10-ാമതായിട്ട് മനഃശാസ്ത്രപരമായിട്ട് ഉപദേശം നൽകുകയാണ്. നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് ഖുർആൻ ഉത്തരം പറയിപ്പിക്കുകയാണ്. നിങ്ങൾ മോശമായ വസ്തു ദാനം ചെയ്യരുത്. ഇപ്പം നമുക്ക് 10 വസ്ത്രം ഉണ്ടെന്ന് കരുതുക, അതിലൊന്ന് തീരെ ഇടാൻ പറ്റാത്തതാണ്, അത് മാത്രം തെരഞ്ഞു പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആർക്കും കൊടുക്കരുത്. അപ്പോൾ ആ പറയുന്ന സമയത്ത് ഖുർആൻ പറഞ്ഞു, അത് നിങ്ങൾക്കാരെങ്കിലും അതുപോലെ തന്നാൽ നിങ്ങൾ മുഖം ചൊളിച്ചുകൊണ്ടല്ലേ അത് വാങ്ങുക. നിങ്ങൾക്കാരെങ്കിലും അത്തരമൊരു സംഗതി തന്നാൽ നിങ്ങൾ മുഖം ചൊളിച്ചുകൊണ്ടല്ലേ വാങ്ങുക. അപ്പോൾ ശരിയാണല്ലോ, നമുക്ക് നമ്മളുടെ ആ സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തി. നിങ്ങൾ അനാഥരുടെ സ്വത്ത് കവരരുത്. നിങ്ങൾ അവരുടെ പിതാവ് അവർക്ക് വേണ്ടി ഉപേക്ഷിച്ച് പോയ സ്വത്തിനെ നിങ്ങൾ അന്യായമായി തിന്നരുത്. വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ലിആഫൻ ഖാഫു അലൈഹിം. നിങ്ങൾ മരിച്ചു പോകുമ്പം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വെച്ചു പോകുന്ന സ്വത്ത് വേറെ ആരെങ്കിലും എടുത്താൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഓരോ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ ഇതുപോലെ പറഞ്ഞു. മനഃശാസ്ത്രപരമായിട്ട് അത് നമ്മൾ തന്നെ പറയും, അത് ശരിയല്ല, അതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെപ്പറ്റി അപവാദം പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഉപകാരം പറ്റുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഇനി ഉപകാരം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചപ്പം മുഴുവൻ ആളുകൾക്കും പാഠമായി അള്ളാഹു ചോദിക്കുകയാണ്, തിരിച്ചുപദ്രവം ചെയ്താലും നിങ്ങൾ ഉപകാരം ചെയ്യണം. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മാപ്പാക്കി തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അത് കേട്ടുടൻ അദ്ദേഹം എഴുന്നേൽക്കുകയും മകളെപ്പറ്റി അപവാദം പറഞ്ഞ വ്യക്തിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഉപകാരം ഇനി പുനഃസ്ഥാപിക്കും എന്ന് തീരുമാനിച്ചു. ഖുർആൻ്റെ ആ ഒരൊറ്റ പ്രയോഗം, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നമ്മളോട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ആ ശൈലി, മനഃശാസ്ത്രപരമായ സമീപനം ഖുർആനിൽ കാണാൻ സാധിക്കും. യുദ്ധങ്ങളിൽ മുറിവും പ്രയാസമൊക്കെ ഉണ്ടായിട്ട് മടിച്ചുപോയ ആളുകളോട്, ഒന്ന് പുറകോട്ടടിച്ചവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ അവർക്കുമുണ്ട് വേദന, അവർക്കുമുണ്ട് പരുക്ക്, അവിടെയും കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂൻ. നിങ്ങൾക്ക് പരുക്കുണ്ടോ? പരുക്ക് അപ്പുറത്തുമുണ്ട്. നിങ്ങൾക്ക് മരണമുണ്ടോ? അവിടെയും മരണം ഉണ്ടായിട്ടുണ്ട്. വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. നിങ്ങളാകട്ടെ അവർ പ്രതീക്ഷിക്കാത്ത സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് പരുക്ക് പറ്റി, അവരിൽ ആളുകൾ മരിച്ചു, നിങ്ങളിലും സംഭവിച്ചു. നിങ്ങളാകട്ടെ സ്വർഗത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ നിങ്ങളെങ്ങനെ പരാതി പറയും? ഈ രീതിയിൽ ഖുർആൻ മനഃശാസ്ത്രപരമായി നമ്മളോട് സംവദിക്കുന്നു. അങ്ങനെ ഏത് രീതിയിലും നമ്മുടെ മുമ്പിൽ അത്ഭുതമായി, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മുഅ്ജിസത്തായി, ഏറ്റവും വലിയൊരു അമാനുഷികമായി പരിശുദ്ധ ഖുർആൻ നിലകൊള്ളുന്ന അള്ളാഹു തആല ഖുർആനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഖുർആനിൻ്റെ പേരിൽ സന്തോഷിക്കാനും അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും അതിനെ പ്രബോധനം ചെയ്യാനും അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. കണ്ണൂരിൻ്റെ മണ്ണിൽ വലിയൊരു ചരിത്രം സൃഷ്ടിച്ച ഐതിഹാസികമായ മുന്നേറ്റം നടത്തുന്ന ഈ ഒരു എക്സിബിഷൻ്റെ സംഘാടകർ, ഇതിൻ്റെ പ്രവർത്തകർ, ഇവിടെ വന്നുപോയവർ എല്ലാവരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ തലമുറകളിൽ ഇസ്ലാമിൻ്റെ അഭിമാനം നിലനിൽക്കുന്നതിന് ഈ ഒരു പ്രവർത്തനം അള്ളാഹു കാരണമാക്കുമാറാകട്ടെ. ഇതിൻ്റെ ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ നിർവഹിച്ചുകൊണ്ട് സംസാരം അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.